ശിവരാത്രി ദിനത്തിൽ നാം ജപിക്കേണ്ട മന്ത്രങ്ങളേവ. അന്നേ ദിവസം കഴിയാവുന്നത്ര തവണ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃ ശിവായ ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ശിവപഞ്ചാക്ഷര സ്തോത്രവും വില്വാഷ്ടകവും ശിവാഷ്ടകം, ശിവസഹസ്രനാമം, ശിവപുരാണം, ശിവ അഷ്ടോത്തരം തുടങ്ങിയവ വളരെ ഭക്തിപൂർവം ജപിക്കണം. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രവും ഓം ഹ്രീം നമഃശിവായ എന്ന ശക്തി പഞ്ചാക്ഷരിയും എത്ര തവണ ജപിച്ചാലും അതൊന്നും അധികമാവില്ല ഭഗവാന്. സൂര്യോദയത്തിനു മുന്നേ കുളി കഴിഞ്ഞ് നിലവിളക്ക് തെളിയിച്ച് ഗായത്രി മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം ശിവഗായത്രി ജപിക്കുന്നത് ഉത്തമം. ഇനി ഭഗവാന് അന്നേ ദിവസം നാം സമർപ്പിക്കേണ്ട വഴിപാടുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ശിവരാത്രി ദിനത്തിൽ സമർപ്പിക്കാവുന്ന വഴിപാടുകൾ അതീവ ഫലദായകമാണ്. കൂവളത്തിലെ സമർപ്പണമാണ് ഏറ്റവും ഭഗവാന് ഇഷ്ടപ്പെട്ട ഒരു വഴിപാട്. ശിവരാത്രിയുടെ അന്ന് കൂവളത്തില പറിക്കരുത്. തലേന്ന് പറിച്ചു വെച്ച് വെള്ളം തളിച്ച ശേഷം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. കൂവളത്തില വാടിയാലും അതിൻ്റെ വിശിഷ്ടതയൊന്നും നഷ്ടപ്പെടുകയില്ല. ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നതുമൊക്കെ ഭഗവാന് ഇഷ്ടമുള്ള കാര്യമാണ്. പിൻവിളക്ക്, ജലധാര എന്നിവയും അന്നേ ദിവസം നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. ആയുർദോഷമുള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ദാമ്പത്യ ദുരിത ദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഉമാമഹേശ്വര പൂജയോടെ ഐക്യമത്യ സൂക്ത അർച്ചനയോ നടത്തണം. സ്വയംവര പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത് വിവാഹ തടസ്സം നീങ്ങാൻ സഹായകമാണ്. വിദ്യാപുരോഹിതിക്കായി ദക്ഷിണാമൂർത്തി മന്ത്ര അർച്ചന സമർപ്പിക്കുന്നതും ശിവരാത്രി ദിനത്തിൽ അത്യുത്തമമാണ്. ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയന പ്രദക്ഷിണം നടത്തുകയും സ്ത്രീകൾ അടിവെച്ചുള്ള പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നതും ഉത്തമം. ശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവ്വം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നാണ് വിശ്വാസം. അന്നേ ദിവസം ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.